ഹലോ നമസ്കാരം, വരുണാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 അവസാനിച്ചു. അനീഷാണ് ജയിക്കേണ്ടത്, അനുമോളായിരുന്നില്ല, എന്താ പറയുക. പിന്നെ അതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് ട്രോളുകൾ, കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു ബിഗ് ബോസിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാം. ബിഗ് ബോസിനെ പറ്റിയിട്ട് എന്ന് പറയുമ്പോൾ ബിഗ് ബോസും നമ്മുടെ ഒരു ലൈഫും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. ചിലത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കോൺസെപ്റ്റ് ആയിരിക്കും. ഞാൻ എപ്പോഴും എല്ലാ ബിഗ് ബോസ് സീസൺ നടന്നുകൊണ്ടിരിക്കുമ്പോഴും അത് എന്താ പറയുക തീരാറാവുമ്പോഴും ഒക്കെ ഞാൻ ആലോചിക്കും ഇങ്ങനെ ഒരു കണ്ടന്റ് ഒന്ന് ചെയ്യണമെന്ന്. പക്ഷേ ഇതുവരെ എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം നമ്മളത് ചെയ്യാണ്. അപ്പോൾ മെയിനായിട്ട് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ബിഗ് ബോസ് ഗെയിം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അതും ലൈഫും തമ്മിലുള്ള ഒരു കമ്പാരിസൺ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ. മൂന്നാമതായിട്ട് ലൈഫ് എന്ന് പറയുന്ന ബിഗ് ബോസ് ഗെയിം എങ്ങനെയാണ് നമ്മൾ കളിക്കേണ്ടത്. ഇതാണ് ഇന്നത്തെ വീഡിയോയിലെ കണ്ടന്റ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഗെയിം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു കോർ കൺസെപ്റ്റ് എല്ലാവർക്കും അറിയാം. ബേസിക്കലി അതൊരു സൈക്കോളജിക്കൽ മൈൻഡ് ഗെയിമാണ്. ഒരു എന്താ പറയുക, ഒരു പ്രത്യേക സാഹചര്യത്തിൽ വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ കുറേ ആൾക്കാരെ ഒരു റൂഫിൻ്റെ അണ്ടറിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ സിനാരിയോസിനോട് മനുഷ്യ വികാരങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അവരെങ്ങനെ പെരുമാറുന്നു എന്നുള്ളതും അതുണ്ടാക്കുന്ന എന്താ പറയുക കരുതലും കോൺഫ്ലിക്റ്റും സ്നേഹബന്ധങ്ങളും പ്രതികാരവും ഒക്കെയാണ് അതിൻ്റെ ഒരു എന്താ പറയുക ഷോ എലമെൻ്റ് ആയിട്ട് വരുന്നത്. അത് കാണാൻ ഒരുപാട് ആൾക്കാർ പുറത്തുണ്ടാവും. ഈ ഷോനെ കോർഡിനേറ്റ് ചെയ്യാനും അതിൻ്റെ അകത്തെ സംഭവ വികാസങ്ങളെ ഒന്നും കൂടെ ചൂടുപിടിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഉള്ള ഒരു ഇന്റേണൽ ടീം അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഉണ്ട്. ഇതാണ് ബേസിക്കലി ഒറ്റ വാക്കി പറഞ്ഞാൽ ഈ ഷോ. പിന്നെ ആ ഷോൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ആവശ്യമായിട്ടുള്ള ചില എപ്രിസിയേഷൻസ് കൊടുക്കും. ഓരോ ഗെയിമും ഓരോ ഡെയിലി ടാസ്കുകൾ, അത് ജയിക്കുന്ന ആൾക്കാർക്ക് എപ്രിസിയേഷൻസ് ഉണ്ടാവും, തോൽക്കുന്ന ആൾക്കാർക്ക് അതിനുള്ള ശിക്ഷ ഉണ്ടാവും, അല്ലെങ്കിൽ അതിൽ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് നമ്മുടെ എന്താ പറയുക നോമിനേഷൻ ലിസ്റ്റിൽ പെടുത്താം, ജയിൽ നോമിനേഷൻസ് ഉണ്ട്. അങ്ങനെ കുറേ എന്താ പറയുക തരം താഴ്ത്തലുകൾ അതിൻ്റെ അകത്ത് ഉണ്ടാവും. ഇതിനൊക്കെ അപ്പുറത്ത് പ്രേക്ഷകരുടെ വോട്ടിനനുസരിച്ച് ഇവർ ഓരോ ആഴ്ചകളും മുന്നോട്ട് താണ്ടി അവസാനം 100ാമത്തെ ദിവസം വരെ നിൽക്കുക എന്നുള്ളതാണ്. ആ 100ാമത്തെ ദിവസം വരെ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ഹ്യൂജ് പ്രൈസ് മണിയും ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റസും ഒക്കെ തന്നെ കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഫൈനലായിട്ടുള്ള ഒരു എന്താ പറയുക ബൈ പ്രൊഡക്റ്റ്. നമ്മളിനി അടുത്ത ഘട്ടത്തിലേക്ക് പോവാണ്. അതായത് ലൈഫും ബിഗ് ബോസും തമ്മിലുള്ള ഒരു കണക്ഷൻ. ഒറ്റ വാക്കി പറഞ്ഞാൽ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് മണി ഇല്ലാത്ത ബിഗ് ബോസ് ആണ്. പ്രൈസ് മണിയും ക്യാമറ കണ്ണും ഇല്ലാത്ത ബിഗ് ബോസ് ആണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ലൈഫിലും ഇതുപോലത്തെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആരൊക്കെയോ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്. അതായത് ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിനെ പോലെ തന്നെ നമ്മളും ഈ ഒരു സൊസൈറ്റി സെറ്റ് ചെയ്തേക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ള ഒരു വലിയൊരു ലോകത്തേക്ക് എൻ്റർ ചെയ്യപ്പെടുകയാണ്. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഉണ്ടാക്കിയതല്ല. കണ്ടസ്റ്റൻസിൻ്റെ അതേപോലെ തന്നെ നമ്മൾ അത് കളിച്ചേ പറ്റൂ, സർവൈവ് ചെയ്തേ പറ്റൂ, വിജയിച്ചേ പറ്റൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മുന്നിലും പല പല ടാസ്കുകൾ ഉണ്ടാവും. അത് നമ്മൾ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സൊസൈറ്റിയൽ വാലിഡേഷൻ അവിടെ ഉണ്ടാവും. അതായത് അവർ തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന, സൊസൈറ്റി തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ ബേസിൽ ഒരു വാലിഡേഷൻ ഉണ്ടാവുകയും നമ്മൾ ചില സമയത്ത് എപ്രിഷ്യേറ്റ് ചെയ്യപ്പെടും. ചില സമയത്ത് നമ്മൾ കുറ്റാരോപിതരാവാം, അല്ലെങ്കിൽ തരം താഴ്ത്തപ്പെടാം. അതായത് എവിക്ഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഇല്ല അവിടെ. അതായത് ഹൗസിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന പോലത്തെ ഒരു സംഭവം ഇല്ല. പകരം നമ്മൾ തരം താഴ്ത്തപ്പെടുകയാണ് ചെയ്യുന്നത്, ബാക്കി ആൾക്കാരെ അപേക്ഷിച്ച് ഇവൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് പറയുന്നതിൽ. ഇനി നമ്മൾ ഈ ടാസ്കുകൾ ജയിച്ച് ഡെയിലി ടാസ്കുകൾ അല്ലെങ്കിൽ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലുമുള്ള അവർ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവസാനം നമുക്ക് കിട്ടുന്ന ഒരു ടാഗ് ലൈൻ ഉണ്ട്, അയാൾ ലൈഫിൽ സെറ്റിലായി എന്നുള്ളത്. അതിനെയാണ് നമുക്ക് വേണമെങ്കിൽ ലൈഫ് എന്ന് പറയുന്ന ബിഗ് ബോസ് ഗെയിമിൽ ഒരു വിന്നിങ് മൊമെന്റ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതെന്ന് പറയുന്നത് ആക്ച്വലി ലൈഫ് എന്ന് പറയുന്നത് ഒരു ഒറ്റ ബിഗ് ബോസ് ഗെയിം അല്ല. നമ്മുടെ സൊസൈറ്റിയുടെ ലെവലിലുള്ള ഒരു ഹൈ ലെവൽ പരിപാടികളുണ്ട്. സ്കൂളിൽ, കോളേജിൽ, വർക്ക് പ്ലേസിൽ, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ, എല്ലാ സ്ഥലത്തും ഇതിൻ്റെ കുട്ടി വേർഷൻസ് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതിലൊക്കെ തന്നെ നമ്മൾ ടാസ്കുകൾ ചെയ്യുന്നുണ്ട്, നമ്മൾ ജയിക്കാൻ ശ്രമിക്കുന്നുണ്ട്, നമ്മൾ സർവൈവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ചില സമയത്ത് അത് പറ്റുന്നില്ല, നമ്മൾ പിന്നോക്കം പോകുന്നുണ്ട്. നമ്മളെ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരൊക്കെയോ, മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ആരൊക്കെയോ അവിടെ ഇരിക്കുന്നുണ്ട്. അവർ നമ്മളെ നോമിനേഷൻ ലിസ്റ്റിൽ പെടുത്തുന്നുണ്ട്, കുറ്റപ്പെടുത്തുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ മൂന്നാമത്തെ പാർട്ടിലേക്ക് വരികയാണ്. ലൈഫ് എന്ന് പറയുന്ന പ്രൈസ് മണി ഇല്ലാത്ത, ക്യാമറ കണ്ണുകളില്ലാത്ത ഈ ബിഗ് ബോസ് ഗെയിം എങ്ങനെയാണ് നമ്മൾ കളിക്കേണ്ടത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പല സ്ഥലത്തും കണ്ടതും വായിച്ചതും ഒക്കെ വെച്ചിട്ട് ഈ ലൈഫ് എന്ന് പറയുന്ന ഗെയിം 2 രീതിയിലാണ് ആൾക്കാർ കളിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഭയങ്കര റിസൾട്ട് ഓറിയന്റഡ് ആയ ഒരു വഴിയിൽ, രണ്ടാമത്തത് കുറച്ചും കൂടി ഒരു ഇമോഷണൽ ഡ്രിവൺ ആയിട്ട്. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒരു എന്താ പറയുക ഒരു പക്ക പ്ലാനിങ് ഒന്നും ഉണ്ടാവില്ല, ഇങ്ങനെയൊക്കെ അങ്ങനെ പോവാം എന്ന് പറയുന്നത്.
പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടി ഈ ഒരു ഗോൾസ് ഓറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് പോകുന്ന ആൾക്കാരുടെ എണ്ണം ഭയങ്കര കൂടി വരികയാണ്. ഈവൻ നമ്മളുടെ ഒരു ജനറേഷൻ, അതായത് ഒരു 90s ഒക്കെയുള്ള ജനറേഷനിലെ ആൾക്കാർ അവരുടെ കുട്ടികളെ പോലും ട്രെയിൻ ചെയ്യിക്കുന്നത് ആ രീതിയിൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും കോമ്പറ്റീഷൻ മൈൻഡ് സെറ്റ് കൂടി വരികയാണ്. അപ്പോൾ ഈ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാരെ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് പേരെ പരിചയമുണ്ട്. അപ്പോൾ അവർ ബേസിക്കലി എന്താ പറയുക, ഒരുപാട് ഷോർട്ട് ടേം ഗോൾസ് ലൈഫിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് അച്ചീവ് ചെയ്ത് ഇങ്ങനെ പോവാം എന്നുള്ളതാണ്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് എന്താ പറയുക, ഗോയിങ് വിത്ത് ദ ഫ്ലോ. എനിക്ക് ഇഷ്ടമുള്ളത് ഇതാണ്, എൻ്റെ മുന്നിലുള്ളത് ഇതാണ്, ഞാനപ്പോൾ ഇത് പിക്ക് ചെയ്യുന്നു, അത് ഓക്കെ. അതിൽ തന്നെ എന്താ പറയുക, നമ്മൾ ഒരുപാട് വ്യക്തിബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സന്തോഷത്തിനും മനസ്സമാധാനത്തിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവാം എന്ന് പറയുന്നതാണ്. പക്ഷെ ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബിഗ് ബോസിലെ പോലെ ഒരു കോമൺ വിന്നിങ് പോയിന്റ് അല്ല ലൈഫ് എന്ന് പറയുന്ന ബിഗ് ബോസിനുള്ളത്. അത് ചൂസ് ചെയ്യാനുള്ള അവകാശം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു അവകാശം നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് എൻ്റെ വിന്നിങ് മൊമെന്റ് എന്താണെന്ന് ഞാനാണ് ചൂസ് ചെയ്യുന്നത്. എനിക്ക് ഒരു കോർപ്പറേറ്റ് കമ്പനീൻ്റെ ടോപ്പ് ലെവൽ പൊസിഷനിൽ ഇരുന്ന് അതിൻ്റെ ഒരു പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡീൽ ചെയ്യണോ, അതല്ല ഉള്ള ഒരു എമൗണ്ട് കൊണ്ട് മനസ്സമാധാനത്തിൽ ഏതെങ്കിലും ഒരു ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ എൻ്റെതായ ഒരു ലോകത്ത് ജീവിക്കണോ എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നത്. അത് എന്നെ സംബന്ധിച്ച് എൻ്റെ വിന്നിങ് മൊമെന്റ് ഏതാണോ അതാണ് ആക്ച്വലി എൻ്റെ ലൈഫിൽ എന്നെ സക്സസ് ആക്കുന്നത്. ഒരിക്കലും ഈ പറയുന്ന നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ വാലിഡേഷനോ അല്ലെങ്കിൽ അവർ പറയുന്നതിനെയോ നമ്മൾ മൈൻഡ് ആക്കാതിരിക്കുക എന്നുള്ളതാണ് ലൈഫ് എന്ന് പറയുന്ന ഗെയിം കളിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിലെ എന്താ പറയുക വിന്നിങ് മൊമെന്റ് എന്ന് പറയുന്നത് ഞാൻ ഡിസൈൻ ചെയ്യുന്നതായിരിക്കണം. അതൊരിക്കലും വേറെ ആരും, എൻ്റെ പാരൻസോ എൻ്റെ ടീച്ചേഴ്സോ എൻ്റെ സൊസൈറ്റിയോ റിലീജിയനോ ഒന്നും എന്നിൽ അടിച്ചേൽപ്പിക്കുന്നതാവരുത്. അത് ഞാനായിരിക്കണം തീരുമാനിക്കേണ്ടത്. അപ്പോൾ അത് ഞാൻ അച്ചീവ് ചെയ്യാൻ നോക്കിയാൽ മതി. അത് അച്ചീവ് ചെയ്യാൻ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഒരിക്കലും നമ്മുടെ സറൗണ്ടിങ്സിന്റെ പ്രഷറിൽ അവർ പറയുന്നത് പോലെ ഉള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതിനേക്കാളും എനിക്ക് എപ്പോഴും ഈസി ഞാൻ തന്നെ എന്താ പറയുക ആഗ്രഹിക്കുന്ന ഒരു കാര്യം അച്ചീവ് ചെയ്യാനായിരിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ ജയിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിൻ്റെ ഒരു ഫൈനൽ ടേക്ക് അവേ ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ലൈഫിൻ്റെ വിന്നിങ് മൊമെന്റ് നിങ്ങൾ ഡിസൈൻ ചെയ്യുക, അതിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുക. ഇനിയുള്ള എപ്പിസോഡ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ടോപ്പിക്കും കൂടിയാണത്. ആക്ച്വലി നിങ്ങളുടെ ലൈഫിന് ഒരു ഫിലോസഫി ഉണ്ടാക്കുക, ആ ഫിലോസഫി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.